രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 15. അസീറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ 27-ാം ഭരണവർഷം യൂദാ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യക്കൂലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമസ്യായെപ്പോലെ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്ന് ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ. സക്രിയ. യൂദാ രാജാവായ അസറിയായുടെ 38-ാം ഭരണവർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സക്രിയ സമരിയായിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലായിമിൽ വച്ച് അവനെ വധിച്ച് രാജാവായി. സക്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷല്ലൂം യൂദാ രാജാവായ ഉസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം ഭരണമേറ്റു. സമരിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹേം തിർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേഷിൻ്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ചു രാജാവായി. ഷെല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റ് പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പു നിവാസികൾ നഗരവാതിൽ തനിക്ക് വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും തിർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനേഹാം. യൂദാ രാജാവായ അസറിയായുടെ 39-ാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനേഹാം ഇസ്രായേൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു. തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹേം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹേം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം. അസീറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനേഹമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹേം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ. യൂദാ രാജാവായ അസറിയായുടെ 50-ാം ഭരണവർഷം മെനേഹാമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലെയാദ്യരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിൽ കോട്ടയിൽ വച്ച് പെക്കാഹിയയെ വധിച്ച് രാജാവായി. പെക്കാഹിയയുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ്. യൂദാ രാജാവായ അസറിയായുടെ 52-ാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ, ആബേൽ, ബെത്മാക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിൻ്റെ 20-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി.
അവനെ വധിച്ചു, രാജാവായി. പെക്കാഹിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാ രാജാവ് യോഥാം. റമാലിയുടെ പുത്രൻ പെക്കാഹിൻ്റെ 2-ാം ഭരണവർഷം യൂദാ രാജാവായ ഉസ്സിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ റൂഷയായിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ഉസ്സിയായെപ്പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി.